ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും തുണിയുടെ ഞാനിപ്പോൾ ടോപ്പിൻ്റെ വീഡിയോ ആണ് ഇതിലൂടെ കാണിക്കുന്നത്. പാൻറ്റിൻ്റെ വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ പാൻറ്റിൻ്റെ പീസ് യോക്കിൽ വെച്ചിട്ടുള്ള ഡിസൈനാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇപ്പോൾ അതൊരു ട്രെൻഡി ആയിട്ടുള്ള ഫാഷനാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനുവേണ്ടി ഞാനൊരു 2 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ യോക്കിൻ്റെ പാർട്ടിൽ അങ്ങനെ പാൻറ്റിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ ചെറുതായിട്ട് സീക്വൻസിൻ്റെ വർക്കും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ നമ്മുടെ കറക്റ്റ് അളവിൽ തുണിയുടെ 2 മടക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗം അളന്നെടുത്തിട്ട് അതിൻ്റെ ഒപ്പം 2-2.5 ഇഞ്ചും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ 4 മടക്കിയിടാറ്. ഞാനിപ്പോൾ 4 മടക്കിയിടുമ്പോൾ അളവ് വന്നിരിക്കുന്നത് എനിക്ക് 13 ഇഞ്ചിലാണ്. അപ്പോൾ 13 ഇഞ്ചിൽ ഞാനിവിടെ ഒരു വര കൊടുത്തിട്ട് ആ ഭാഗത്തേക്ക് കറക്റ്റ് 13 ഇഞ്ച് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. എനിക്കിപ്പോൾ ഇവിടെ 44 ഇഞ്ചസ് വന്നിരിക്കുന്നത്. എനിക്ക് 43 ഇഞ്ചസ് മതി. അപ്പോൾ നമുക്ക് മടക്കി അടിക്കാനും കൂടി വേണ്ടി വരുമല്ലോ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് ഞാനിവിടെ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. എനിക്കിവിടെ 6.5 ഇഞ്ചിലാണ് നെക്കും ഷോൾഡറും കൂടി വേണ്ടത്. അപ്പോൾ ഞാൻ 6 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തു. അത് തന്നെയാണ് എനിക്ക് ആം ഹോളിനും വേണ്ടത്. അപ്പോൾ 6 ഇഞ്ചിൽ നെക്ക് മാർക്ക് ചെയ്ത 6 ഇഞ്ചിൽ തന്നെയാണ് ആം ഹോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 6 ഇഞ്ചിൽ ഇതുപോലെ ഞാൻ അവിടെ നിന്ന് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെയിൽ കൊണ്ട് ആ 2 പോയിൻറ്റും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നെക്കിൻ്റെ പോർഷനെല്ലാം ഞാൻ പിന്നീടാണ് ചെയ്യുന്നത്. ഫ്രണ്ടിനൊക്കെ നമ്മൾ ക്യാൻവാസ് വെച്ചാണ് ചെയ്യുന്നത്. യോക്ക് പാർട്ടിൽ നമുക്ക് ഒരു ഡിസൈൻ അടിച്ചെടുക്കാനുള്ള ഒരു പാറ്റേൺ വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മളത് ക്യാൻവാസ് വെച്ച് പിന്നീടാണ് ചെയ്യുന്നത്. ഇനി ആ മോളുടെ ഭാഗം ഇതേപോലെ ആദ്യമേ ഞാൻ 1.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്ത് ഒന്ന് കർവ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 1 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തു. എന്നിട്ട് അവിടെയും ഒരു കർവ് ചെയ്ത് കൊടുത്തു. ഇതിങ്ങനെ ഞാൻ 2 തവണയായി ചെയ്തത്. ബാക്കിലും ഫ്രണ്ടിലും രണ്ടിനും മുറിക്കുന്നതിന് വേണ്ടിയാണ്. ആദ്യത്തെ നമ്മൾ 1.5 ഇഞ്ച് കൊടുത്തത് ബാക്കിന് വേണ്ടിയും അതിനുശേഷം 1 ഇഞ്ച് കൊടുത്തത് ഫ്രണ്ടിന് വേണ്ടിയുമാണ്. ഫ്രണ്ട് ഭാഗം ഇത്തിരി കുഴിച്ച് വെട്ടാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തത്. ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് അളവാണ്. അപ്പോൾ ചെസ്റ്റ് എനിക്ക് 9 ഇഞ്ചിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 9 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തു. 2 ഇഞ്ചാണ് ഞാനിവിടെ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ചിൽ ഇതേപോലെ ഒരു മാർക്കിംഗ് കൊടുത്തു. ഇനി അടുത്തത് എനിക്ക് വരുന്നത് ഷേപ്പിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ നമ്മൾ മീഡിയം ടു ലാർജ് സൈസിനൊക്കെ നമ്മളൊരു 13 ഇഞ്ചസിൽ ഷേപ്പ് ലെങ്ത്ത് ഇതേപോലെ കൊടുത്താൽ മതിയാകും. എക്സിലൊക്കെ ആകുമ്പോൾ നമ്മളൊരു 14 ഇഞ്ചിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചെസ്റ്റിൻ്റെ വിഡ്ത്ത് എനിക്ക് വരുന്നത് 8 ഇഞ്ചാണ്. ഞാനപ്പോൾ 8 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് സ്ലിറ്റിൻ്റെ ലെങ്ത്താണ്. ഞാനിവിടെ സ്ലിറ്റ് 20 ഇഞ്ചിലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. ഞാനിനി സ്ലിറ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 9.5 ഇഞ്ചിലാണ്. അതിന് 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് സീം അലവൻസാണ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്ലിറ്റിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മളല്ലെങ്കിൽ മടക്കി അടിക്കുമ്പോൾ ആ ഭാഗത്ത് കൂടുതലായിട്ട് കുടുങ്ങിക്കിടക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് അവിടെ 1 ഇഞ്ച് മതിയാകും. താഴെയും ഞാൻ മുകളിൽ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് അടയാളപ്പെടുത്തിയ വിഡ്ത്ത് തന്നെയാണ് എൻഡിലും അടയാളപ്പെടുത്തിയിരിക്കുന്നത് 9.5 ഇഞ്ചിൽ. എന്നിട്ട് 1 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് താഴെ വേണമെന്നുണ്ടെങ്കിൽ വിഡ്ത്ത് കൂട്ടി അടയാളപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അടയാളപ്പെടുത്താവുന്നതാണ്. എനിക്ക് അധികം വിഡ്ത്ത് താഴെ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ സ്ലിറ്റിന് അടയാളപ്പെടുത്തി സെയിം വിഡ്ത്ത് തന്നെ അടയാളപ്പെടുത്തിയത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്ത പോയിൻറ്റുകളുണ്ടല്ലോ, ആ പോയിൻറ്റുകളിൽ നിന്ന് ഇതേപോലെ ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതിങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 4 മടക്കിയിട്ടുണ്ട്. ആദ്യം ഞാൻ കട്ട് ചെയ്യുന്നത് ബാക്ക് പീസാണ് കേട്ടോ. ബാക്ക് പീസിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണം മാറ്റുക. എന്നിട്ടാണ് ഞാൻ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത പോയിൻറ്റുകളുണ്ടല്ലോ, ഷേപ്പിൻ്റെ പോയിൻറ്റ്, സ്ലിറ്റിൻ്റെ പോയിൻറ്റ്, അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് നോച്ചിട്ട് കൊടുക്കണം. അത് നമുക്ക് മാറ്റിക്കഴിഞ്ഞാലും നമ്മൾ സൈഡൊക്കെ ഷേപ്പ് ചെയ്യുമല്ലോ, ഷേപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് കറക്റ്റ് അളവിൽ. ഇപ്പോൾ ചോക്ക് കൊണ്ട് വരച്ചത് മാഞ്ഞു പോകാമല്ലോ, അപ്പോൾ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇതേപോലെ നോച്ചിട്ട് കൊടുക്കുന്നത്. ഇനി സ്ലീവ്സാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്ലീവ്സിന് ഞാൻ ഇതേപോലെ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അത് രണ്ടാക്കി മടക്കുമ്പോൾ വിഡ്ത്ത് വരുന്നത് 11ഉം ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചിലാണ്. ഞാൻ ലെങ്ത്ത് ഇത്തിരി അധികം നീളത്തിലാണ് എടുത്തിരിക്കുന്നത് ഇതിൽ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആവശ്യമുള്ള ലെങ്ത്തിൽ എടുക്കുക. എന്നിട്ട് ഞാനൊരു 4 ഇഞ്ചിൽ, ഇപ്പോൾ ഞാൻ ഓപ്പൺ സൈഡിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 4 ഇഞ്ച് ഓപ്പൺ സൈഡിൽ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മളുടെ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് സ്കെയിൽ കൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻട്രൽ പൊസിഷൻ എത്രയുണ്ട് നോക്കുക. അപ്പോൾ സെൻട്രൽ പൊസിഷനിൽ എന്നിട്ട് ഇതേപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് സ്ലീവ് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ താഴത്തെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുഴിച്ച് വരച്ചിട്ട് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. താഴെ എനിക്ക് വേണ്ടത് 5 ഇഞ്ചിലാണ്. അപ്പോൾ ഞാൻ 5 ഇഞ്ചിൽ അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടു. എന്നിട്ട് മുകളിൽ നമ്മൾ വരച്ച പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് താഴേക്ക് ഇതേപോലെ സ്കെയിൽ കൊണ്ട് വരച്ച് ആ പോയിൻറ്റ്സ് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 സ്ലീവ്സിൻ്റെയും ഒന്നിച്ച് മടക്കിയിട്ടിട്ട് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തത് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഞാൻ നെക്കും ഷോൾഡറും കൂടെ ഓൾറെഡി 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തായിരുന്നു. അതിൽ 3.5 ഇഞ്ചാണ് ഞാനിവിടെ നെക്കിന് എടുക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ നെക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടി 9 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തും യോക്കിൻ്റെ ഭാഗത്തും പാൻറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ 9 ഇഞ്ചിൽ എടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നെക്കിൻ്റെ ഭാഗം എനിക്ക് 3.5 വേണ്ടത്. അപ്പോൾ 3.5 7 ഇഞ്ച് വരും. അതിൻ്റെ ഒപ്പം 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 9 ഇഞ്ച്, അങ്ങനെയാണ് എനിക്ക് 9 ഇഞ്ച് വന്നിരിക്കുന്നത്. താഴേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 6 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 6ഉം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ താഴേക്ക് യോക്ക് പാർട്ടിൽ നമ്മൾ പാൻറ്റിൻ്റെ പീസിൻ്റെ ഭാഗം വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അതിനും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ. ഞാനപ്പോൾ താഴേക്ക് നെക്ക് കഴിഞ്ഞിട്ടാണ് ഒരു 6 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഭാഗത്താണ് ഞാൻ ക്യാൻവാസിന് നമ്മളുടെ പാൻ പീസിൻ്റെ തുണി വെച്ച് കൊടുക്കുന്നത് ക്യാൻവാസിൽ. അപ്പോൾ അതിനും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ട് വേണം ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മൊത്തം ലെങ്ത്ത് 12 ഇഞ്ച് എനിക്ക് വരും. വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ചിലും. ഷോൾഡറിൻ്റെ ഭാഗത്തും ചെറുതായിട്ട് നമ്മൾ പാൻറ്റിൻ്റെ പീസ് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 ഭാഗത്തും നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് വീതം എടുത്തിരിക്കുന്നത്. ഇനി താഴത്തെ ഭാഗത്ത് മുകളിൽ നമ്മൾ എടുത്ത പോലെ 9 ഇഞ്ച്, താഴത്തെ ഭാഗത്തും 9 ഇഞ്ചിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്കെയിൽ കൊണ്ട് നമുക്ക് താഴേക്കും മുകളിലേക്കും ഇതേപോലെ കറക്റ്റ് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ ഇതേപോലെ വരച്ച് കൊടുത്തിട്ട് നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ക്യാൻവാസിൽ നെക്ക് വരച്ചെടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമ്മൾ യോക്ക് പാർട്ടിനും കൂടി ആഡ് ചെയ്തിട്ട് വേണം നെക്കിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നോർമൽ നെക്ക് കട്ട് ചെയ്യുന്ന പോലെ ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ ഭാഗത്ത് ക്യാൻവാസ് വെച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ 2 മടക്കിയിട്ട് നമ്മൾക്ക് നെക്ക് എത്രയാണോ വേണ്ടത്, ഇപ്പം ഞാൻ പറഞ്ഞു 3.5 ഇഞ്ചിലാണ് ഞാൻ നെക്ക് വെക്കുന്നത്. ആ കറക്റ്റ് നമ്മൾ എത്രയാണോ വേണ്ടത് ആ കറക്റ്റ് വേണം നമ്മളെ അവിടെ അടയാളപ്പെടുത്താനായിട്ട്. അതുപോലെ തന്നെ താഴേക്ക് നമുക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ കറക്റ്റ് അളവ് തന്നെ ഇതേപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ ആദ്യം തന്നെ ഒരു സ്ക്വയറിനൊക്കെ നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. താഴെ ഞാൻ ഒരു 3.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൂടെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അതെനിക്കിവിടെ താഴെ കറക്റ്റ് റൗണ്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ട് അനുസരിച്ച് ചെയ്യുക. താഴെ റൗണ്ട് ചെയ്ത് കൊടുക്കാൻ നേരെ നമുക്ക് കൊടുക്കാൻ കൈ കൊണ്ട് തന്നെ നേരെ വരച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പാണ് താഴെ എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടംപോലെ ചെയ്യാവുന്നതാണ്. സ്ക്വയർ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ റൗണ്ടാണ് ഇതിൽ വരച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു താഴേക്ക് ഒരു 1 ഇഞ്ചിൽ ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു സ്ക്വയർ, ഒരു 1/4 ഇഞ്ചില്ല, ഒരു ചെറിയൊരു സ്ക്വയർ ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അവിടെ ജസ്റ്റ് ഒരു കട്ടിങ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി ആദ്യം നമ്മൾ സ്ക്വയർ പോലെ വരച്ച ഭാഗമുണ്ടല്ലോ, അവിടെയും ഞാൻ ഇതേപോലെ ഒരു റൗണ്ട് നെക്കാണ് വെക്കുന്നത്. അതുകൊണ്ട് അവിടെയും ഒരു കർവ് പോലെ ചെയ്ത് റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ ഇതേപോലെ ഒരു മാർക്കിംഗ് കൊടുത്ത് അവിടെ ഒരു വര വരച്ചിട്ട് ഇതേപോലെ ഒന്ന് നെക്ക് കട്ട് ചെയ്തെടുക്കുക. അത് ഞാൻ നമ്മൾ വെക്കാൻ പോകുന്ന പീസിലേക്ക് ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കി വന്ന ഭാഗമുണ്ടല്ലോ, അത് എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ നടുഭാഗത്ത് ഒരു ചെറിയ നോച്ചിട്ട് കൊടുത്തിട്ട് സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചെടുക്കാം. നമ്മളിത് അയൺ ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ ഉൾവശത്ത് വേണം അയൺ ചെയ്ത് എടുക്കാനായിട്ട്.
സാധാരണ ക്യാൻവാസ് വെക്കുമ്പോൾ നമ്മൾ ഉൾവശത്തേക്കാണല്ലോ മറിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ യോക്ക് പാർട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ക്യാൻവാസിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത് തിരിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല വശം വരാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഉൾവശത്ത് വെച്ച് വേണം ക്യാൻവാസ് അയൺ ചെയ്ത് എടുക്കാനായിട്ട്. ഇനി ഇതേപോലെ മെയിൻ ക്ലോത്തിൻ്റെ നടുഭാഗത്ത് ഇതേപോലെ ഞാൻ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ അടിച്ചെടുത്ത ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ ഉൾവശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മെയിൻ ക്ലോത്തിൻ്റെ ഉൾവശത്താണ് ഞാൻ ഇത് ക്യാൻവാസ് വെച്ച പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നേരെ കാണുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ക്യാൻവാസിന് ഇതേപോലെ നമുക്ക് ഫേസ് ആയിട്ടിരിക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ നെക്കിൻ്റെ ഭാഗത്ത് കൂടെ ഒന്ന് അടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ അരികിൽ കൂടെ ഇത് ഒന്ന് അടിച്ചെടുക്കാം. എല്ലാ സൈഡും ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ച ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല. അപ്പോൾ അതുപോലെ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇതേപോലെ അരിയത്തിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ നടുഭാഗത്തെ അയ്യോ പോലെ വന്നിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മളുടെ സ്റ്റിച്ചിൽ കൊള്ളാതെ എല്ലാവരും കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നടുഭാഗത്ത് നമ്മൾ ചെറിയൊരു വെട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഭാഗത്തും ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ സ്റ്റിച്ചിന് തൊട്ട് മുന്നേ വരെ നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലും നമ്മളെ കറക്റ്റ് തിരിച്ചിടുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് അവിടെ ഷേപ്പായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ചെറിയ നോച്ച് ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. ആ സ്ക്വയർ പോലെ വന്ന ഭാഗത്തൊക്കെ ഇതേപോലെ നോച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോഴേക്കും ആ ഭാഗം നമുക്ക് കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടില്ല. അപ്പം ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് താഴത്തെ ഭാഗം ഒന്ന് നമുക്ക് മുകളിൽ കയറി വരാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അരികത്തിട്ട് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് നല്ല ഭംഗിക്ക് തന്നെ കറക്റ്റായിട്ട് കിട്ടുവാണ്. അത് നമുക്ക് അരികത്തിട്ട് അടിച്ച് ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. യോക്കിൻ്റെ ഭാഗം നമുക്ക് നല്ല നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് നമുക്ക് പിൻ ചെയ്ത് ആദ്യമേ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ഇഞ്ച് വീതിയുള്ളൊരു ലേസ് എടുത്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ നെക്കിൻ്റെ സൈഡിൽ ഇതേപോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ലേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഭംഗിയാക്കി നെക്ക് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ റെഡിമെയ്ഡ് പോലെ നമുക്ക് ചെയ്യുന്ന രീതിയിൽ ആ ഒരു പാറ്റേണിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് മീതെയാണ് വെച്ച് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നൂലിൻ്റെ ലേസൊക്കെ ആണെങ്കിൽ ഇതേപോലെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ക്യാൻവാസിൻ്റെ ആ പാർട്ടുണ്ടല്ലോ അതിൻ്റെ താഴെയും ഇതേപോലെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിക്ക് നമുക്ക് അത് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ലേസാണ് ഇതേപോലെ മീതെ വെച്ച് റൗണ്ട് ചെയ്ത് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ റൗണ്ടിൻ്റെ ഭാഗമാകുമ്പോഴത്തേക്കും നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അതവിടെ കുടുങ്ങിക്കിടക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമുക്ക്. ഞാനിപ്പോൾ അത് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്തെ സൈഡും കൂടെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുവാണ്. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ പാർട്ട് ഇവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഫ്രണ്ട് പാർട്ടാണ് നമ്മളിവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഇനി ബാക്ക് പാർട്ടും കൂടെ നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. ബാക്ക് പാർട്ടിൻ്റെ നെക്കിന് വേണ്ടി നമ്മൾ ഒരു പീസ് ഇതേപോലെ നേരത്തെ തന്നെ കട്ട് ചെയ്തെടുത്തായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 നല്ല വശവും ആണ് ഒന്നിച്ച് വെച്ചിരിക്കുന്നത്. അത് പീസായിട്ട് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സൈഡിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ നോച്ചുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം ആദ്യമേ നമ്മൾ ഒന്ന് പതിച്ചുകൂടെ അടിച്ചെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം നമ്മളിത് തിരിച്ചിട്ട് അടിച്ചെടുക്കാണ്ട്. തിരിച്ചിട്ട് അടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് അകലത്തിൽ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് അതൊന്ന് ആദ്യമേ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് ആദ്യമേ അത് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ടാണ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതുകൂടെ ഒന്ന് അടിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതേപോലെ ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ചിട്ടോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഈ നെക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ
ക്രോസ് പീസ് വെച്ച് നമുക്ക് നെക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനപ്പോൾ ഇതേപോലെയാണ് ഒന്ന് അടിച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ 2 ഷോൾഡറും ഇതേപോലെ ഒന്നിച്ച് വെച്ചിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് അത് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. 2 ഭാഗം ഇതേപോലെ നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഈ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും 2 തവണ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ്സ് അതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവ്സിൻ്റെ സെൻട്രൽ പോയിൻറ്റിൽ ഒരു നോച്ചിട്ട് കൊടുക്കണം നമ്മൾ. എന്നിട്ട് വേണം ഇത് താഴെ എൻഡ് ഭാഗം ഇതേപോലെ ഒന്ന് 4 ഇഞ്ച് അകലത്തിൽ അടിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 4 ഇഞ്ച് അകലത്തിലാണ് അടിച്ചു കൊടുക്കുന്നത്. സ്ലീവ്സ് വെച്ച് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ അത് ഷേപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെയാണ് ഇതേപോലെ സൈഡ് ഭാഗവും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ സൈഡ് ഭാഗവും ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻട്രൽ പോയിൻറ്റിൽ ഞാൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഒരു സ്കെയിൽ കൊണ്ട് ഒരു വര വരച്ച് കൊടുത്തിട്ടാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിൻറ്റുകളുണ്ടല്ലോ ചെസ്റ്റിൻ്റെയും നമ്മളുടെ ഷേപ്പിൻ്റെ ഭാഗത്തെ അതെല്ലാം ഞാൻ ഇതിലേക്ക് ഒന്നുകൂടെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ചെസ്റ്റിൽ ഞാൻ 9 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളുടെ ഷേപ്പിൻ്റെ വിഡ്ത്തിൽ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ 9 ഇഞ്ചിലെടുത്തിരുന്നത് അതും മാർക്ക് ചെയ്തു. നമ്മൾ ഈ അളവുകളെല്ലാം നേരത്തെ പറഞ്ഞതാണ്. അത് ഇതിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ പോയിൻറ്റുകളെല്ലാം ഇതേപോലെ ജോയിൻ ചെയ്ത് സ്ലിറ്റിൻ്റെ ഭാഗവും ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ ക്ലോത്തിൽ ഇതേപോലെ നല്ല വശത്താണ് നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും സ്ലീവ്സിൻ്റെ നല്ല വശവും ഇതേപോലെ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ സെൻട്രൽ പൊസിഷനിൽ ആണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. സെൻട്രൽ പൊസിഷനിൽ ഒരു പിൻ ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ അതേപോലെ സെൻട്രൽ പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് വീണ്ടും സെൻട്രൽ പൊസിഷനിൽ നിന്ന് തന്നെ അടുത്ത സൈഡിലേക്കാണ് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടം പോലെ അത് ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് സൈഡ് ഭാഗത്ത് കുറച്ച് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിലും അത് 2 സൈഡിലും കറക്റ്റായിട്ട് ഈക്വലായിട്ട് ആയിക്കോളും. നമ്മൾ ഒരു സൈഡിൽ നിന്ന് അടിക്കുമ്പോഴത്തേക്കും എങ്ങനെ ഒരു സൈഡ് മാത്രം കുറച്ച് നമുക്ക് എക്സ്ട്രാ ഇൻ കേസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് അത് കൂടുതലായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് ഞാൻ കൂടുതലും ഈ രീതി ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് സ്ലീവ്സ് ഇതേപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്ലീവ്സ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 5 ഇഞ്ചിലാണ് എനിക്ക് സ്ലീവ്സിൻ്റെ വിഡ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ 5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അളവ് എത്രയാണോ അത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ്സ് ഇതേപോലെ നമ്മുടെ അളവിന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളുടെ ഇവിടെ ആം ഹോളിൻ്റെ ഭാഗമാകുമ്പോഴേക്കും നമ്മൾ ഇവിടെ ഓൾറെഡി തന്നെ അളവുകൾ നേരത്തെ മാർക്ക് ചെയ്ത് ഇതേപോലെ വരച്ച് വെച്ചായിരുന്നല്ലോ. അതിനാണ് നമ്മൾ ഓൾറെഡി നേരത്തെ വരച്ച് വെച്ചത്. നമ്മൾ സ്ലീവ് ഇതേപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ താഴത്തെ മെയിൻ ക്ലോത്തിലേക്ക് നേരെ അടിച്ച് പോകാനാണ് ഓൾറെഡി ഞാൻ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചത്. എന്നിട്ട് സ്ലിറ്റിൻ്റെ ഭാഗമാകുമ്പോഴേക്കും നമുക്ക് അവിടെ ഒരു കെട്ടിട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അത് അളന്ന് നോക്കാൻ വേണ്ടി നിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഓൾറെഡി ഞാനവിടെ മാർക്ക് ചെയ്ത് വെച്ചത്. സ്ലിറ്റ് ഞാൻ താഴെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന് വേണ്ടി സ്ലിറ്റ് അടിക്കാൻ വേണ്ടി 1 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്ത് വെച്ചായിരുന്നല്ലോ. അതിലെത്തത്തക്ക വിധം നമ്മൾ ഇതേപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് വേണം ഈ സ്റ്റിച്ച് ഒന്ന് അടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ചെയ്യുന്നത് കോട്ടൺ ഫാബ്രിക് കൂടെ ആയതുകൊണ്ട് ഇതേപോലെ നമുക്ക് കറക്റ്റ് മടക്കി കിട്ടും. അല്ലാതെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ നമുക്ക് കൂടുതൽ അടിക്കാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. എന്നിട്ട് സ്ലിറ്റിൻ്റെ ഈ സ്റ്റാർട്ടിങ് ഭാഗം ഉണ്ടല്ലോ അവിടെ അതിനേക്കാൾ കുറച്ചുകൂടെ വി പോലെ ഇരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭാഗം നമ്മൾ കയറ്റി നിർത്തിയിട്ട് ഇതേപോലെ തിരിച്ചെടുക്കണം. തിരിച്ചിങ്ങനെ നിർത്തിയിട്ട് ഇപ്പുറത്തെ സൈഡും ഇതേപോലെ 1/2 ഇഞ്ചിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ നേരെ ഒന്ന് അടിക്കാനായിട്ട്. അങ്ങനെ മടക്കി പിടിച്ചിട്ട് നമ്മൾ നേരെ അടിച്ച് ഒന്ന് സൂചി കുത്തി ഇറക്കിയിട്ട് വേണം താഴേക്ക് അടിച്ചെടുക്കാനായിട്ട്. ഇവിടെയും ഒന്ന് സൂചി കുത്തി ഇറക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ കറക്റ്റ് ഫോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട്. നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത വരയുണ്ടല്ലോ ആ വരയിൽ എത്തുന്ന രീതിയിൽ നമ്മൾ ഒന്ന് മടക്കി പിടിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് പിൻ കുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയാവും. നമ്മൾ താഴത്തെ പാർട്ട് ഒന്ന് മടക്കിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഈ കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോ എല്ലാം
തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഒരു ചെറുതായിട്ട് നമ്മളൊരു സീക്വൻസ് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ യോക്ക് പാർട്ടിലാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഗ്ലൂ ഇട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നമ്മളുടെ ഡ്രസ്സിൻ്റെ ഡിസൈൻ ഏതാണോ അതനുസരിച്ച് വേണം നമ്മൾ ഒരു ഡിസൈനും ബീഡ്സ് വെച്ചിട്ടാണെങ്കിലും ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ അവിടെ ചെറുതായിട്ട് സീക്വൻസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഡിസൈനൊന്നും ചെയ്യുന്നില്ല, സിമ്പിൾ രീതിയിൽ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ബീഡ്സ് വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മളുടെ ഡ്രസ്സിൻ്റെ ഡിസൈൻ ഏതാണോ ആ രീതിയിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. എനിക്കിപ്പോൾ വി പോലുള്ള ഭാഗമുണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്തിൻ്റെ 2 സൈഡിലുമൊക്കെയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ കുർത്തിയുടെ എല്ലാവർക്കും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക്